കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന ഏറ്റവും പ്രശസ്തമായ റോയൽ പാലസ് ഹോട്ടൽ. ഇവിടെ കോടീശ്വരന്മാരായ വ്യവസായികളും വിദേശ വിനോദസഞ്ചാരികളും മാത്രം വന്നു പോകുന്ന സ്ഥലം. സാധാരണക്കാർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര ആഡംബരം നിറഞ്ഞ ഒരു അത്ഭുത ലോകം. അന്ന് രാവിലെ മുതൽ ഹോട്ടലിൽ വലിയ തിരക്കായിരുന്നു. വിദേശ അതിഥികളും ബിസിനസ്സുകാരും സിനിമാ താരങ്ങളും എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. ജോലിക്കാർ ഓടി നടന്ന് അവരവരുടെ ജോലികൾ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നു. അപ്പോഴാണ് പഴകിയ വെളുത്ത സാരിയും പഴയ തേഞ്ഞു പൊട്ടാറായ ചെരുപ്പും ധരിച്ച ഒരു ഭിക്ഷക്കാരിയെപ്പോലെ തോന്നിക്കുന്ന വയോധിക അവിടെ എത്തിയത്. അവരുടെ കയ്യിൽ പഴയൊരു തുണിസഞ്ചി മാത്രമാണുണ്ടായിരുന്നത്. മുഖത്ത് ഭയങ്കര ക്ഷീണം. ആ ഹോട്ടലിൻ്റെ അന്തരീക്ഷവുമായി ഒട്ടും ചേരാത്തവർ ആണെന്ന് അവരുടെ മുഖം കണ്ടാലറിയാം. പ്രതീക്ഷയോടെ ആരെയോ അവിടെ തിരയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ഹോട്ടലിൻ്റെ ചീഫ് മാനേജർ ദേഷ്യത്തോടെ വന്നതും. അയാൾ ദേഷ്യത്തോടെ ആ വയോധികയോട് പറഞ്ഞു, "നിന്നെയൊക്കെ പോലുള്ള ദരിദ്രവാസികൾ കയറാനുള്ളതല്ല ഈ സ്ഥലം. എന്ത് ധൈര്യത്തിലാണ് ഇവിടെ വന്ന് കയറിയത്? നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് മറ്റുള്ള VIP കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയ്ക്കോ." അപ്പോൾ വയോധിക പറഞ്ഞു, "മോനെ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല. ഇവിടെ അരുൺ എന്ന ഒരാൾ ഉണ്ടോ? അവനെ എനിക്കൊന്ന് കാണണം. എൻ്റെ മകനാണ്." "നിങ്ങളുടെ മകനോ? ഇവിടെ വലിയ വലിയ ആളുകളാണ് വരുന്നത്. വെറുതെ പ്രശ്നമുണ്ടാക്കരുത്. അങ്ങനെ ഇവിടെയില്ല." ഇതെല്ലാം കേട്ടു ചുറ്റുമുണ്ടായിരുന്ന ആൾക്കാർ ആ അമ്മയെ കളിയാക്കി ചിരിച്ചു. ചിലർ മൊബൈലിൽ വീഡിയോ എടുക്കാൻ തുടങ്ങി. വയോധിക വീണ്ടും പറഞ്ഞു, "ഒരു ഫോൺ ചെയ്താൽ മതി മോനെ, അരുൺ വരും." മാനേജർ ഉടൻ തന്നെ സെക്യൂരിറ്റിയെ വിളിച്ചു. "സെക്യൂരിറ്റി, ഇവരെ പുറത്താക്കൂ." സെക്യൂരിറ്റി കയ്യിൽ പിടിച്ച് വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി. ഹോട്ടലിന് മുന്നിലെ ഒരു ബെഞ്ചിൽ അവർ ഇരുന്നു. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു, "ഞാൻ ഇത്രയും ദൂരം വന്നത് എൻ്റെ മോനെ കാണാനായിരുന്നു." ഒരു 10 മിനിറ്റിനു ശേഷം ഒരു കറുത്ത ആഡംബര കാർ ആ ഹോട്ടലിന് മുന്നിൽ വന്നു നിന്നു. എല്ലാവരും ആദരവോടെ തലകുനിച്ചു നിന്നു. കാറിൽ നിന്ന് ഇറങ്ങിയത് ഹോട്ടലിൻ്റെ പുതിയ ഉടമയായ അരുൺ ആയിരുന്നു. ഹോട്ടലിലെ കയറുന്നതിനിടയിൽ ബെഞ്ചിലിരിക്കുന്ന സ്ത്രീയെ കണ്ടു. ഒരു നിമിഷം അയാൾ നിന്നു. "അമ്മേ!" അയാൾ ഓടിച്ചെന്നു ആ വയോധികയെ കെട്ടിപ്പിടിച്ചു. ഇത് കണ്ടുനിന്ന ഹോട്ടൽ മാനേജരും മറ്റു ജീവനക്കാരും അന്തിച്ചു നിന്നു. മാനേജർ ചോദിച്ചു, "സാർ, ഇതാരാ? സാറിൻ്റെ അമ്മയാണോ? അതും ഈ വേഷത്തിൽ?" മാനേജർ പേടിയോടെ ചോദിച്ചു. "അമ്മ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്?" അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. "മോനെ, നിന്നെ കാണാൻ വന്നതാണ്. പക്ഷേ ഇവർ എന്നെ അകത്തു കയറ്റിയില്ല." അരുണിൻ്റെ മുഖം മാറി. അയാൾ അമ്മയുടെ കൈ പിടിച്ച് നേരെ ഹോട്ടലിനുള്ളിലേക്ക് കയറി. "മാനേജർ, ഇവിടെ വരൂ." മാനേജർ ഭയന്ന് അടുത്തു വന്നു. "ഇവരെ അറിയാമോ?" "ഇല്ല സാർ, ഇതാണ് എൻ്റെ അമ്മ. ഇന്ന് ഞാൻ ഈ സ്ഥാനത്ത് വരാൻ കാരണം അമ്മയാണ്. കൂലിപ്പണി ചെയ്തും വീടുകളിൽ ജോലി ചെയ്തുമാണ് എന്നെ പഠിപ്പിച്ചത്." ഹോട്ടലിൽ നിശബ്ദത പരന്നു. അരുൺ തുടർന്നു, "മറ്റൊരാളുടെ വസ്ത്രം നോക്കി നിങ്ങൾ വിലയിരുത്തി. നിങ്ങളുടെ ഹോട്ടലുകളിൽ പണമുള്ളവരെ മാത്രമേ ബഹുമാനിക്കുള്ളൂ." മാനേജർ തലകുനിച്ചു. "സോറി സാർ, എനിക്ക് തെറ്റുപറ്റി. ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല, എൻ്റെ അമ്മയോടാണ്." മാനേജർ അമ്മയുടെ മുന്നിൽ കൈകൂപ്പി. "അമ്മേ, എന്നോട് ക്ഷമിക്കണം." അമ്മ ചെറിയ ഒരു ചിരിയോടെ പറഞ്ഞു, "മോനെ, തെറ്റ് എല്ലാവർക്കും പറ്റും. പക്ഷെ അത് മനസ്സിലാക്കുന്നവനാണ് നല്ല മനുഷ്യൻ." അരുൺ എല്ലാ ജീവനക്കാരോടും പറഞ്ഞു, "ഇനി ഈ ഹോട്ടലിൽ വരുന്ന ഓരോ മനുഷ്യനെയും ബഹുമാനത്തോടെ സ്വീകരിക്കണം. അവരുടെ വസ്ത്രമല്ല, മനസ്സാണ് കാണേണ്ടത്." എല്ലാവരും കൈയടിച്ചു. അമ്മയുടെ കണ്ണുകളിൽ സന്തോഷ കണ്ണുനീർ നിറഞ്ഞു. മകൻ്റെ കൈപിടിച്ച് അവർ അഭിമാനത്തോടെ ഹോട്ടലിനുള്ളിലേക്ക് കയറി. ഒരാളുടെ രൂപമോ വസ്ത്രമോ നോക്കി വിധിക്കരുത്. ഇന്നത്തെ സാധാരണക്കാരൻ നാളെയുടെ ഏറ്റവും വലിയ മനുഷ്യനായിരിക്കും.